ഹായ് അസ്സാം വലൈക്കും. ഇന്ന് വീട്ടിൽ തന്നെയുള്ള ഒരു ചെറിയ പരിപാടിയാണ്. മോള് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ 40 കുളിയാണ് കേട്ടോ. അതിനുള്ള ചെറിയൊരു പരിപാടിയൊക്കെയാണ് നമ്മൾ തന്നെ ഒരുക്കി വെച്ചതാണ്. ഈ തൊട്ടില് നമ്മൾ വാടകയ്ക്ക് എടുത്താണ്. ഇപ്പം പന്തീരങ്കാവ് ജംഗ്ഷനിൽ തന്നെ ഒരു ഷോപ്പിന്റെ പേര് മറന്ന് അവിടെ എല്ലാത്തിനുള്ള പിന്നെ നമ്മളിപ്പോൾ കല്യാണം ആയാൽ ഇപ്പോൾ മഞ്ഞ കല്യാണം ചുവപ്പ് കല്യാണം എന്ന് പറഞ്ഞ പോലെ തന്നെ ഹെൽദി മെഹന്തി ഒക്കെ ഉണ്ടാവല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ഫംഗ്ഷനുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ട് ഫിറ്റിങ്സും അവിടെ ഉണ്ട് കേട്ടോ. നല്ല രസമായിട്ടുള്ളുണ്ട്. നമ്മൾ പിന്നെ ചെറിയ തൊട്ടില മാത്രം വാങ്ങി, ബാക്കിയെല്ലാം നമ്മൾ പിന്നെ ബലൂണൊക്കെ നമ്മൾ തന്നെ സെറ്റാക്കി വെച്ചതാണ്. അങ്ങനെ അവിടുന്ന് പുതിയാപ്പൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10-20 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പുതിയാപ്പൻ്റെ പെങ്ങന്മാരും മക്കളും, അതുപോലെ തന്നെ മൂത്താളെ പുതിയാപ്പളുടെ വീട്ടിൽ നിന്നും, പിന്നെ എൻ്റെ ആങ്ങളുടെ മക്കളും ഭാര്യയും, അങ്ങനെ ചെറിയ പരിപാടിയായിട്ട്. പിന്നെ ആരും പുറത്തൊന്നും ഞാൻ വിളിച്ചില്ല. പിന്നെ നമ്മളെ സെറീന്താത്ത, പിന്നെ അമ്മായിൻ്റെ മോളാണെങ്കിലും നമുക്ക് എഴുത്തിന്റെ മാതിരിയാണ്. അപ്പൊ അങ്ങനെ സെറീന്താത്ത നമ്മൾ എന്ത് പരിപാടി ഉണ്ടാവും ഏതും വിളിക്കും. അപ്പോൾ പിന്നെ അതും അങ്ങനെയായിട്ട്. പിന്നെ ബിരിയാണി ആയിരുന്നു, പിന്നെ കുറച്ച് നെയ്ച്ചോറും വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കടുമാങ്ങ ഉപ്പേരി അതിലേക്കുള്ളത്, പിന്നെ ബിരിയാണിയിലേക്കുള്ള തൈരും അച്ചാറും ഉണ്ടായിരുന്നു, പിന്നെ നെയ്ച്ചോറും, പിന്നെ കുറച്ച് ഫ്രൈകളും, കൂന്തയും പിന്നെ ചെമ്മീനും, പിന്നെ ചിക്കൻ പൊരിച്ചതും. അങ്ങനെ ചെറിയൊരു പരിപാടി, വലിയ ആർഭാടായിട്ടൊന്നും ഇല്ല. പിന്നെ ഫസ്റ്റത്തെ 40 കുളിക്കുന്നതൊക്കെ ഒരു കുറച്ചെങ്കിലും ആൾക്കാർ വരും. അതൊക്കെ കുട്ടികൾക്ക് ഒരു ഓർമ്മകളായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മളെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ. പുതിയാപ്പൻ്റെ അവിടുന്ന് ആൾക്കാർ വരുത്തു, അതിനൊക്കെ ഒരു ആരവാരാണ്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പായസം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും വീഡിയോ ഇല്ല. ഫസ്റ്റില് പിന്നെ ഇളനീ ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും ഇല്ല. അപ്പൊ അതൊന്നും എടുത്തിട്ടില്ല, കാരണം ഞാൻ തന്നെ എടുക്കേണ്ടത്. അതേപോലെ മോള് 40 കുളിച്ച് കയറിനൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. തേങ്ങയും ശർക്കരയും തിന്നുന്നതും പുറത്തു കൂടെ വന്ന് കയറുന്നതൊക്കെ അതൊക്കെ ഒരു രസമായിട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ അതിനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. വീട്ടില് മൂത്താള് ഇല്ലാത്തല്ല, മൂത്താള് തലേന്ന് വന്നിട്ടുള്ളൂ. അപ്പൊ പിന്നെ എല്ലാം കൂടി ഒറ്റ കൈ കൊണ്ട് കഴിയാത്തതിനെ കൊണ്ട് അതൊക്കെ ഒഴിവാക്കി. വീഡിയോ തന്നെ വേറെ ആൾക്ക് കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞതാ. മോളോട് കൊണ്ട് ഫോൺ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നീ എടുത്തോന്ന് പറഞ്ഞത്. പിന്നെ അങ്ങനെ അവരൊക്കെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളാൾക്കാരും ഫുഡൊക്കെ കഴിച്ച്, എന്നാലേ പിന്നെ അരയിലൊക്കെ കെട്ടലുണ്ടല്ലോ, സ്വർണം കെട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അപ്പൊ അതിലേക്കുള്ള ഒരുക്കപ്പാടാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, കുറച്ച് ഫോട്ടോ ഞാൻ അതിലിട്ടിട്ടുള്ളൂ കേട്ടോ, കൂടുതൽ ഫോട്ടോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ നമ്മളെ ഫംഗ്ഷൻ ഒന്ന് കാണിച്ചു തരാം, ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു പരിപാടി എന്നുള്ള നിലക്ക്. അങ്ങനെ പുതിയാപ്പളുടെ അമ്മ കഴുത്തിൽ കെട്ടാണ്. ഞാൻ പിന്നെ അരയില് 28-ന് എന്നെ കെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മോള് ചെറുതല്ലേ, പിന്നെ എണ്ണൊക്കെ തേക്കുന്നതിനെ കൊണ്ട് ഞാൻ അയച്ചു വെച്ചായിരുന്നു. ഒന്നിപ്പോ ഇതിന്റെ കൂട്ടത്തില് ആള് ഇടുമ്പോ നമ്മള് ഗോൾഡ് ഇടണ്ടേ, അപ്പൊ അതൊന്ന് കാണിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ തന്നെ ഗോൾഡൊക്കെ കഴിച്ചു വെച്ചതാണ്, മോക്ക് ഇട്ടുകൊടുത്തിട്ടൊന്നുമില്ല. അങ്ങനെ അരയിലൊക്കെ കെട്ടിക്കൊടുക്കാണ്. മോളാണെങ്കിൽ അന്ന് നല്ല ഒരു ഉറക്കമായിരുന്നു. മൂപ്പര് പകൽ ഉറങ്ങും, രാത്രി ഉറങ്ങൂല. അപ്പോൾ ഈ പരിപാടിന്റെ ടൈമിൽ നല്ല ഉറക്കമായിരുന്നു മൂപ്പരിക്ക്. പിന്നെ ഓളെ എടുത്തി എൻ്റെ മൂത്താള് വള കൊടുത്ത്, പിന്നെ പുതിയാപ്പളുടെ ചെറിയ പെങ്ങള് അതും വളാണ് കൊടുത്തത്. അപ്പൊ ഇങ്ങനെ ഇട്ട് കൊടുക്കാണ്. മൂപ്പരൊന്നും അറിയുന്നില്ല, മൂപ്പര് നല്ല ഉറക്കില്ലാണ് അന്നേരം. അതിനെ കൊണ്ട് നമ്മൾ കഴിച്ചതായി. കാരണം ആ ടൈമിൽ കുട്ടികൾ കരഞ്ഞ് ബഹളം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ പുതിയാപ്പളുടെ അളാമ, എൻ്റെ അനിയത്തി, പിന്നെ എല്ലാവരും ഡ്രസ്സുകളായിരുന്നു. അപ്പം നമ്മളെ സിയന്റെ വക മോളെ പേര് എഴുതിയതാ. അപ്പൊ അതുകൊണ്ടാണ് അവള് പാക്ക് ചെയ്യാതെ അങ്ങനെ തന്നെ ആ ഡ്രസ്സ് കാണിക്കാന്നുള്ള ഇതില് മൂപ്പര് കൊണ്ടുവന്നത്. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മൂപ്പരിക്ക്, എന്റെ മാതിരി ഈ പരിപാടികളൊക്കെ. ഓളെ ഉമ്മയും അതിന്റെ ആളാണ്, പിന്നെ മോനും. അങ്ങനെ ഓരോരുത്തര് പിന്നെ ഗിഫ്റ്റ് ഇങ്ങനെ കൊടുത്ത്, ആദ്യം പുതിയാപ്പളുടെ ഓരെന്നെ കൊടുക്കട്ടെ, അങ്ങനെയാണല്ലോ എല്ലായിടത്തും, അവർക്കാണ് ഒരു മുൻഗണന, അവര് കൊടുക്കട്ടെ വിചാരിച്ച് ഓരോ ഉമ്മന്റെ അനിയത്തിന്റെ മോളും മാമന്റെ മോളും, അങ്ങനെ സ്വന്തക്കാരന്നെ. അവരൊന്നും പുറത്തൊന്നും ആരുമില്ല, അവരൊക്കെ സ്വന്തമായിട്ടുള്ള ആൾക്കാർ മാത്രം വന്നിട്ടുള്ളൂ. നാത്തൂന്റെ പുതിയാപ്പളുടെ പെങ്ങന്മാര്, അങ്ങനെ ആയിട്ട് കുറഞ്ഞ ആൾക്കാർ തന്നെ അവരും വന്നിട്ടുള്ളൂ. സാധാരണ അവരെ നാട്ടിലേക്കൊക്കെ നല്ല പരിപാടി ജോറായിട്ട് കഴിക്കുന്നതാണ്. പിന്നെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ പിന്നെ ഫംഗ്ഷനൊക്കെ വളരെ ചുരുക്കിയിട്ടായിരുന്നു. മുടിയൊക്കെ മോളത് പിന്നെ നമ്മള് നിന്ന സ്ഥലത്തിന് സ്ഥലം ഉണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് തന്നെയാണ്, ചേളായിരുന്നു തന്നെയാണ് നമ്മള്
മുടി കളഞ്ഞത്. അപ്പൊ പിന്നെ വലിയ പരിപാടിയില്ല. പിന്നെ നാൽപ്പുളി ഉച്ചക്കുള്ള ആ ഫംഗ്ഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അയൽവാസിയാണിത്. അയൽവാസികള് അങ്ങനെ അവരൊക്കെ ഗിഫ്റ്റ് കൊടുക്കാണ്. പിന്നെ എല്ലാവരും പിന്നെ എൻ്റെ പെങ്ങളെ മക്കളും എല്ലാവരും കുട്ടികളെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത്. ഇത് നാത്തൂൻ്റെ മരോള്, ഇത് നാത്തൂൻ്റെ മോള് കുട്ടി, ഇത് നാത്തൂൻ്റെ മരോള് മോള്, പിന്നെ ഇത് നാത്തൂൻ്റെ മോൻ്റെ കുട്ടി, ഇത് ഒരു നാത്തൂൻ്റെ മരോള്, ഇത് നാത്തൂൻ്റെ മോൻ്റെ കുട്ടി. പിന്നെ ഇവര് ഫാമിലി ആയിട്ട് കുറച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവരടുത്ത് രണ്ടാളത്ത് കൊടുത്തയച്ചിട്ട് അവർ രണ്ടാളും ഗിഫ്റ്റ് കൊടുക്കാതെ അവിടെ ബേബിനെ നോക്കി നിൽക്കാണ്. ഇതിൻ്റെ ആങ്ങളുടെ മക്കളെ രണ്ട് മക്കൾ മോളെ കുട്ടികളാണ്. അങ്ങനെ പിന്നെ അവരൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാൻ, പിന്നെ കുറച്ച് ഫോട്ടോസ് മാത്രം. പിന്നെ എല്ലാവർക്കും നമ്മളൊരു ഫംഗ്ഷന് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അല്ലെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗി ഉണ്ടെങ്കിലല്ലേ ഒരു രസം ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ രണ്ട് നാത്തൂന്മാരാണ്. ഒരാൾക്ക് പിന്നെ അന്ന് പരിപാടിയാണ്, നാൽപ്പുളിയല്ല, ഒരിക്കൽ ഒരു പെണ്ണ് കാണൽ ചടങ്ങുണ്ടായിരുന്നു. ഇത് ഈ നാത്തൂൻ്റെ ഫാമിലിയാണ്. മോനും ഒരാൾ ഗൾഫിലാണ്. പിന്നെ ഇത് വേറെ നാത്തൂൻ്റെ മക്കള്. പിന്നെ ഉള്ളവരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഒരാൾക്ക് സുഖമില്ലാതായി, പിന്നെ ഒരാൾക്ക് വരാൻ പറ്റിയില്ല. ഓള് നീളം കൂടുതലുണ്ടായിട്ട് ചെറുതായിട്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ നമ്മുടെ സരിന്താത്തി നദി. അങ്ങനെ പിന്നെ എല്ലാവരും കുറച്ച് ഞാൻ പറഞ്ഞില്ല ഫോട്ടോസ് മാത്രം എടുത്ത് നല്ല രസമായിട്ട് അന്നത്തെ ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ്. നമ്മൾ ഈ ഫംഗ്ഷനൊക്കെ എപ്പോഴും ഓർമ്മയിലുണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ വീഡിയോ ഇടുന്നതിനെ കൊണ്ട് ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇതിൻ്റെ ആങ്ങളെയും മക്കളും, ഇത് ഓരമ്മയും അനിയത്തിയും, പിന്നെ ഇത് ഓരോ ഫാമിലി, പുതിയാപ്പിളിൻ്റെ ഓരോ ഫാമിലി, അങ്ങനായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അന്ന് ഹാപ്പി ആയിട്ട് നിന്ന്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. വലിപ്പനെ പിന്നെ ഫോട്ടോത്തിൽ കിട്ടിയില്ലേനു. ഫസ്റ്റിൽ ഫോട്ടോ എടുത്ത ആ ഒരു ഫോട്ടോ ആണ്. പിന്നെ വലിപ്പനെ തിരക്കായി, പിന്നെ വലിപ്പനെ കിട്ടിയില്ല. പിന്നെ ഞാനും മോളുള്ള കുറച്ചൊരു നല്ല മൊമെന്റ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.